ഞാൻ അക്കിയ കോമാച്ചി. അപ്പൊ ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത് ഒരു 1.5 ഡെസ്റ്റിനേഷൻക്കാണ്. എവിടേക്കാണ് നല്ല വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ഫോട്ടോഗ്രാഫി തീം പാർക്ക്, കോമാച്ചി പാർക്ക്. ഫോട്ടോഗ്രാഫി മ്യൂസിയം. ഇവിടുത്തെ ഓരോ ക്യാമറാസിനും ഫോട്ടോഗ്രാഫിന്റെ സ്റ്റോറി പറയാനുണ്ട്. ഏർലി വിൻറ്റേജ് ക്യാമറ മോഡൽസ് മുതൽ മോഡേൺ ക്ലാസിക് ക്യാമറാസ് ഇവിടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വുഡ് ബി എ ടൈംലെസ് ജേർണി ത്രൂ എവറി എറ ഓഫ് ഫോട്ടോഗ്രാഫി. ഇത് കൂടല്ല, കാടാണ്. അബൌട്ട് 20 വെറൈറ്റീസ് ഓഫ് എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇവിടെ ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ബേർഡ് സൈ ബ്രിഡ്ജ്. പേര് പോലെ തന്നെ ബേർഡ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്ക് ഇതാ ഇത്രയും ഭംഗിയുള്ള വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. ഒരു ഗ്ലോബൽ ഹബ് ഫോർ ഫോട്ടോഗ്രാഫേഴ്സ്. ലോകമെമ്പാടുള്ള ഫോട്ടോഗ്രാഫേഴ്സിന്റെ വർക്ക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും നല്ല ഫോട്ടോസ് ഒക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടാല് ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വയനാടിന്റെ ബയോഡൈവേഴ്സിറ്റി അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. MS സ്വാമിനാഥൻ ഫൗണ്ടേഷനൊക്കെ ആയി ചേർത്തിട്ട് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രസ്സസും ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പല പല പോസിൽ ഇവിടുന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അബൌട്ട് 200 ഫോട്ടോ പോയിന്റ്സ് നിങ്ങൾക്ക് കോമാച്ചി പാർക്കിന്റെ ഓരോ കോർണറിലും ഓരോ പാർട്ടിലും കാണാൻ പറ്റും. കുറെ ഇൻസ്റ്റാളേഷൻസ്, മിറേഴ്സ്, വിൻറ്റേജ് വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഗെറ്റ് റെഡി ടു മേക്ക് യുവർ സ്റ്റോറേജ് ഫുൾ. ആന, കാട്ടുപോത്ത്, മാന്, പുലി ഇങ്ങനത്തെ ലൈഫ് സൈസിലുള്ള ആനിമൽസിനെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് സ്ക്രാപ്പ് പാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ള ഒരു സ്പേസ് ആണിത്. നിങ്ങളെ ആർട്ടിസ്റ്റിക് സ്കില്ലും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ചെമ്പകം, ലാങ്ങി, മരമുല്ല, പാല ഇങ്ങനത്തെ പൂക്കളൊക്കെ ആയിട്ട് 10 ഏക്കറിലും 10 സ്മെൽ സോണുകളുണ്ട്. കോമാച്ചി പാർക്ക് മൊത്തത്തില് എക്കോ ഫ്രണ്ട്ലി ആണ്. സസ്റ്റൈനബിൾ സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് നേച്ചറിനെ ഹാം ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോളാർ എനർജിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2500+ നേറ്റീവ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈസിനും ബേർഡ്സിനൊക്കെ ഉള്ള ഹോസ്റ്റ് ആൻഡ് നെക്ടർ പ്ലാന്റ്സും ഉണ്ട്. ഇതാണ് കിഡ്സ് പാർക്ക്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അഡൾട്ട്സിനുള്ള കുറെ റൈഡുകൾ. ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, VR ആണിത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ജിമ്മും പ്ലേ ഏരിയയും. കുട്ടികൾക്ക് ഫൺ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട് ഇവിടെ സ്പേസ് ഉണ്ട്. റിഫ്രഷിംഗ് ആയിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. കുറെ സീറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് റിലാക്സിംഗ് പോയിന്റ്സ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കരോക്കെ ഹാള്. നല്ല സൂത്തിങ് മ്യൂസിക്കും പാട്ടു ഡാൻസ് ഒക്കെ ആയിട്ട് യു ക്യാൻ ഹാവ് ഫൺ ഹിയർ. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോ അത്രയും പേർക്ക് ലഷ് മൗണ്ടൻസിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് സ്വിം ചെയ്യാനുള്ള ഒരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്.
ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ, എന്നാൽ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട്. എക്യുപ്മെന്റ്സും സ്റ്റുഡിയോ ഫ്ലോറൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് പ്രാക്ടിക്കൽ സെഷനിലൂടെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു തരും. ഒരു കോൺഫിഡന്റ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പാർക്ക് ചാരിറ്റി ഓറിയന്റഡ് കൂടിയാണ്. ഡയാലിസിസ് രോഗികൾക്ക്, ഡിസേബിലിറ്റി ഉള്ളവർക്ക്, ഓൾഡ് ഏജ് ഹോംസ്, സ്പെഷ്യൽ സ്കൂൾസിലുള്ളവർക്കൊക്കെ എൻട്രി ഫ്രീ ആണ്. വെന്യൂസ് ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇത് സ്റ്റേ ചെയ്യാനുള്ള പിക്സൽ പോഡ് ഡോമെട്രി. ഇവിടെ 200 പേർക്കോളം സ്റ്റേ ചെയ്യാൻ പറ്റും. അക്കോമഡേഷൻ ഫെസിലിറ്റിയിൽ വരുന്ന 2 BHK പ്രൈവറ്റ് വില്ലയാണ്. ഇതാണ് നമ്മുടെ ആംഫി തിയേറ്റർ. ഡെസ്റ്റിനേഷൻ വെഡിങ്സ്, കൺസേർട്സ്, കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അങ്ങനത്തെ ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഒരു നേച്ചുറൽ സെറ്റിംഗിൽ നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ ചെയ്യാൻ പറ്റും. ഫോക്കസ് ഹാള്, സ്മോൾ ഗ്യാതറിംഗ്സിനൊക്കെ 150 സീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള ഇൻഡോർ സ്പേസ് ആണിത്. ഇതാണ് ഓഡിയോ വിഷ്വൽ തിയേറ്റർ. ഫിലിംസ്, ഡോക്യുമെന്ററീസ്, പ്രസന്റേഷൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. 150 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നല്ല ഒത്തന്റിക് ഫ്ലേവേഴ്സിലുള്ള ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 100+ സീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള റെസ്റ്റോറൻറ്റും ഇവിടെ ഉണ്ട്. ഇതാണ് സ്നാപ്പ് ആൻഡ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ട്രാവൽ എസെൻഷ്യൽസ്, ഗ്രോസറീസ്, ഗിഫ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതേപോലെ വയനാടൻ പ്രൊഡക്ട്സും അവൈലബിൾ. ഇതുപോലെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാവ് ഫൺ. എല്ലാവർക്കും കൊമാച്ചി പാർക്ക് ഇഷ്ടമായില്ലേ? കൊമാച്ചി പാർക്ക് വെറും ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇറ്റ്സ് ആൻ ഓഷ്യൻ ഓഫ് എക്സ്പീരിയൻസ്. അത് നിങ്ങൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. കൊമാച്ചി പാർക്ക്, എക്സ്പ്ലോർ, ക്യാപ്ചർ, ഇൻസ്പയർ.